നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, എല്ലാവരും പടം ചിരിച്ചുകൊണ്ടാണ് കണ്ടിറങ്ങി വരുന്നത്. ഇതൊരു കോമഡി പടമല്ല, പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഒരു കോമഡി പടമായിട്ട് മാറും. അവർ സീരിയസ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം വളരെ കോമഡി ആയിപ്പോകും. ക്ലൈമാക്സ് ഡയറക്ടർക്ക് എന്തെടുക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയം എങ്ങനെ പറയണം എന്ന കൺഫ്യൂഷൻ ആയത് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം എടുത്തു വച്ച രീതിയെല്ലാം വളരെ ക്രിഞ്ച് എന്ന് പറയാം. അവരതെന്ന് പീക്കാണ്. അതുവരെ ഡീസൻ്റ് ആയിരുന്നു മേക്കിംഗ് അല്ല, പക്ഷേ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ പടം മൊത്തം കയ്യെന്ന് പോയി. അതുകൊണ്ട് തന്നെ പടം വളരെ മോശം എക്സ്പീരിയൻസ് ജയറാം ഒരു ചെറിയ റോളാണ്. പുള്ളിക്ക് കൊടുത്ത റോള് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അത് ജോക്കർ ആ ടൈപ്പ് റോളാണ് കൊടുത്തിരിക്കുന്നത്, ഒരു കൊമേഡിയൻ. ആ റോൾ നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നു. പക്ഷേ ആ കഥാപാത്രത്തിന് സിനിമയായിട്ട് വല്ല ബന്ധമോ അല്ലെങ്കിൽ വലിയ റിലവൻ്റ് ഒന്നുമില്ല. ജോജു നല്ല ഗംഭീര വില്ലനാണ്, നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ വരുമ്പോൾ ഇവരെല്ലാം ഒരു കോമഡി പീസായി മാറി. കാരണം ഇവർ കണ്ടാൽ മനസ്സിലാവും, എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് സിനിമ കണ്ട് കഴിഞ്ഞ് വരുന്നത്. അത് ഒരു കോമഡി പടം കാണുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമ കാണി ചിരിച്ചു. അത് പ്രത്യേകിച്ച് ക്ലൈമാക്സ്, അതാണ് പടത്തിന് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത്. ശരിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതാണ് മെസ്സേജ്. ഓവറോൾ എനിക്ക് ജസ്റ്റ് ഒരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഒരു കാർത്തി സുബ്രാജ് പടം കണ്ടിറങ്ങിയ ആ ഒരു എനിക്ക് ഇമോഷണലി അധികം ആയിട്ടായിരുന്നു. ജസ്റ്റ് എനിക്കൊരു ഓക്കെ മൂവി, വൺ ഡേ വാച്ച് മൂവി. എന്തായാലും കമ്പയർ ടു പ്രീവിയസ് സൂര്യ മൂവി ഇത് നല്ല അടിപൊളിയായിരുന്നു. ജയറാമേട്ടൻ കോമഡി ഇതാണ്, പക്ഷെ നമ്മുടെ ജയറാമേട്ടൻ എനിക്ക് അങ്ങനത്തെ റോളിൽ കാണുമ്പോൾ ഒരു വിഷമം. ജോജു കിട്ടിയ റോൾ അടിപൊളിയായിരുന്നു കമ്പയർ ചെയ്തതാണ്. ക്യാരക്ടറൊക്കെ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? കഥയൊക്കെ വളരെ മോശം, ഭയങ്കര വീട്ടായിട്ടുള്ള സിനിമയാണ്. ഇതായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളി. നമുക്ക് എന്ത് ടൈപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല കൂട്ടുകാരാ. നിങ്ങൾ സിനിമ ഒന്ന് കണ്ടിട്ടുണ്ട്, നമുക്ക് വിഷമമുണ്ട്. പടവനുണ്ട് ബ്രോ, പടവനുണ്ട്. ശരിയാണ് പടം പൊട്ടിച്ചത്, പറയാൻ പറ്റില്ല. അത് ചിരിക്കാൻ